ജനിക്ക മണ്ണിൽ ജീവിക്കാൻ, അന്തസ്സോടെ മരിച്ചിടാൻ. വന്യജീവിയെ പ്രതിരോധിക്കാൻ സൗരവേലി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാരിവേലി സമരവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ഇനിയൊരു വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യജീവന് അപകടം സംഭവിച്ചാൽ ജയിൽ നിറയ്ക്കൽ സമരം നടത്തുമെന്ന് താമരശ്ശേരി രൂപത മെത്രാൻ മാർ റിമീജിയൂസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ സാരിവേലി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ട സബിനച്ചൻ ഇവിടെ സൂചിപ്പിച്ചു, വനം മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന്. സബിനച്ചൻ അറിഞ്ഞുകൂടായിട്ടാണ് വനം മന്ത്രിക്ക് ചെവി കേട്ടുകൂടാ. അതുകൊണ്ട് ഇനി വനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. നിരവധി തവണ ഞങ്ങൾ വനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞെങ്കിലും വനമന്ത്രി ഉത്തരം പറയട്ടെ, എന്തുകൊണ്ട് സഹോദരനായ സാധാരണ കൂലിപ്പണിക്കാരനായ അലി ഗഫൂർ കൊല്ലപ്പെട്ടു കടുവയുടെ ആക്രമണത്തിൽ? കർഷകർ നടത്തുന്നത് അതിജീവന സമരമാണ്. സൗരവേലി നിർമ്മിക്കാമെന്ന വാക്ക് മന്ത്രി പാലിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് തുടങ്ങി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കായിരുന്നു അതിജീവന പ്രതിഷേധ റാലിയും ധരണയും നടത്തിയത്. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ മാത്യു അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ, സംഘാടക സമിതി ഭാരവാഹികളായ ജോബീഷ് തുണ്ടത്തിൽ, ഷിനോയ് അടക്കപ്പാറ, ജോസഫ് പുലക്കുട്ടി, ജോസഫ് ആലവേലി, രാജു മംഗലശ്ശേരി, വിൻസെന്റ് പൊട്ടാനാനിക്കൽ, ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, ഫാദർ തോമസ് നാഗപ്പറമ്പിൽ, ഫാദർ തോമസ് ചിലമ്പിക്കുന്നേൽ, ഫാദർ സൈമൺ കിഴക്കേക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വനത്തിനുള്ളിൽ തേക്കടക്കമുള്ള തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചും ഖനനം പോലും അനുവദിച്ചും മൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറക്കിവിട്ട് മനുഷ്യനെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന കാട്ടുനീതിക്കെതിരെയാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൗരവേലി വഞ്ചനയ്ക്കെതിരെ സാരിവേലി സമര പരമ്പരയുമായി കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ടു പോകുന്നതെന്ന് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞു.